പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-ന് അവിചാരിതമായി വലിയ വിജയമാണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6-7 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നതിൽ ഒരിക്കൽ മാത്രമാണ് ഇതിനു മുമ്പ് UDF ജയിച്ചിട്ടുള്ളത്. 2010 ശ്രീമാൻ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റായിരുന്ന ആ വർഷം മാത്രമാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. പിന്നീട് 2015-ലും 20-ലും CPM തന്നെ മുന്നിൽ വന്നു. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 65% പഞ്ചായത്തുകൾ ഉൾപ്പെടെ എല്ലാ തട്ടിലും സമഗ്രമായ ആധിപത്യമായിരുന്നു CPM-നുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ആധിപത്യം മുഴുവൻ പോയി. എല്ലാ തട്ടിലും UDF വിജയം നേടി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ CPM-ന് 600 ചില്ലാനം പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വേണ്ട 300 പഞ്ചായത്തിലേക്ക് പോവുകയും 600 ചില്ലാനം പഞ്ചായത്തുകളിലേക്ക് UDF വരികയും ചെയ്തു. വലിയ തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടി ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം, ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, പിണറായി വിജയനോടുള്ള വിരോധം, CPM-നോടുള്ള വിരോധം, പിണറായി വിജയൻ്റെ വർഗീയ നിലപാടുകൾ, ഇങ്ങനെ ഒരു പിടി കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ CPM നേതൃത്വത്തിന് അതൊന്നും ബോധ്യമായിട്ടില്ല. CPM നേതൃത്വം പറയുന്ന ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വികാരമില്ലായിരുന്നു എന്നൊക്കെയാണ് അവർ ഇങ്ങനെ പറഞ്ഞു കൂട്ടിക്കുക. അവരങ്ങനെയാണല്ലോ, ആ പാർട്ടി അങ്ങനെയാണല്ലോ. യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ആ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിനെ തുടർന്ന് എന്തൊക്കെ കൊണ്ടാണ് തോറ്റത് എന്നതും തങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കന്മാർ ഏതാണ്ട് ഒരു 1-2 ആഴ്ച തുടർച്ചയായി സംസ്ഥാനത്തെ വീടുകൾ കയറി ഇറങ്ങാൻ തീരുമാനിച്ചു. അത് കയറി ഇറങ്ങി ഇപ്പോൾ കഴിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ കയറി ഇറങ്ങിയ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ സംബന്ധിച്ച് ഒരുപാട് ട്രോളുകളും അനുഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല. പക്ഷേ ആ നേതൃത്വം നടത്തിയ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രോൾ ഇറങ്ങിയത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഈ ഭവന സന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെന്ന ബേബി അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുന്ന ഒരു വീഡിയോ, ഒരു വനിതയും തൊട്ടടുത്ത് നിൽപ്പ്, ഒരു മുസ്ലിം ഭവനമാണെന്ന് തോന്നുന്നു, ഒരു വനിതയും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ബേബി പാത്രം കഴുകുന്ന ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി. അത് പിന്നീട് വലിയ ട്രോളാവുകയുണ്ടായി. നൂറുകണക്കിന് ട്രോളുകളാണ് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. അപ്പം അതൊക്കെ വന്നതിനെ തുടർന്ന് ബേബിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വരികയുണ്ടായി. ആ വാർത്തകളിൽ ബേബിയുടെ ഭാര്യ ബെറ്റി യുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. താൻ ബേബിയെ ആദ്യം കാണുമ്പോൾ ബേബി ഏതോ പാർട്ടി ഓഫീസ് ചൂലുകൊണ്ട് തൂക്കുകയായിരുന്നു എന്നാണ് ബെറ്റി പറഞ്ഞത്. വേറെ പലരും പറഞ്ഞു ബേബി അങ്ങനെ പാത്രം കഴുകിയതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ബേബിയുടെ സ്വഭാവം അതാണ്, ബേബി തിന്ന പാത്രം ഏത് വീട്ടിൽ ചെന്നാലും ബേബി സ്വന്തമായിട്ടാണ് കഴുകി വെക്കുന്നത്, ബേബി തന്നെത്താനെ പാചകം നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിരുന്നു. ചെറിയാൻ ഫിലിപ്പ് പോലും ബേബിയെ അനുകൂലിച്ച് ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സുഹൃത്തുക്കളെ, ആ വിവാദം ഇപ്പോഴും കത്തി തീർന്നിട്ടില്ല. ബേബിക്ക് അനുകൂലമായും ബേബിക്ക് പ്രതികൂലമായും ഇപ്പോഴും ഒരുപാട് പോസ്റ്റുകളൊക്കെ മറ്റുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് കിട്ടി. ആ പോസ്റ്റാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അത് പറയുന്നത് യഥാർത്ഥത്തിൽ ബേബി എന്താണ്, എങ്ങനെയാണ് യഥാർത്ഥ ബേബി എന്നതാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യം. ആ പോസ്റ്റിൽ പറയുന്നതാണ്. അതിൻ്റെ തലവാചകം ഇതാണ്: പാത്രം കഴുകുക മാത്രമല്ല, നല്ല നിലയിൽ ഭക്ഷണം പാകം ചെയ്യുകയും അത് രുചിയോടെ കഴിക്കുകയും ചെയ്യുന്ന നേതാവ്. അപ്പോൾ ആ പോസ്റ്റിൽ അത് ബേബിയാണെന്ന് പറയുന്നില്ല. എന്നിട്ട് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പറയുന്നത് യഥാർത്ഥ ബേബി ആരാണ് എന്ന് ആ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ അതിര് കവിഞ്ഞു, വിഷയം നേതാവിൻ്റെ പാത്രം കഴുകൽ. എന്നിട്ട് അത് തീർച്ചയായി പറയുകയാണ്: നല്ല നേതാക്കൾ പാത്രം കഴുകൂ, പാർട്ടി ഓഫീസ് തൂക്കും, സഖാക്കളുടെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം പാകം ചെയ്യുകയും അത് രുചിയോടെ കഴിക്കുകയും പാത്രങ്ങൾ കഴുകി വെക്കുകയും ചെയ്യും. അത് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. കാരണം നല്ല നേതാക്കൾ പാത്രം കഴുകും, പാർട്ടി ഓഫീസ് തൂക്കും,
സഖാക്കളുടെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം പാകം ചെയ്യും, അത് രുചിയോടെ കഴിക്കും, പാത്രം കഴുകി വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുന്ന ആ പോസ്റ്റ് തുടരുന്നത് ഇങ്ങനെയാണ്: സഖാക്കളുടെ വീട്ടിൽ ചെന്നാൽ ആട്ടിൻ പിടുക്ക് റോസ്റ്റ് കഴിക്കലാണ് നേതാവിന് ഏറെ പ്രിയം. ഇങ്ങനെയുണ്ട്, ബേബിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആട്ടിൻ പിടുക്ക് കിട്ടുന്ന ഹോട്ടലുകൾ കുറവാണ്, അതിനാലാണ് നേതാവ് സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്നത്. ഏരിയ സെക്രട്ടറിയുടെ വീട്ടിൽ ചെന്നാൽ നേതാവ് പാചകം സ്വയം ഏറ്റെടുക്കും. ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ, ചെറിയ ഉള്ളി പൊളിക്കുക എന്നത് മാത്രം. ബാക്കിയെല്ലാം നേതാവ് തന്നെ ചെയ്യും. ഉള്ളി പൊളിക്കുമ്പോൾ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയുടെ കണ്ണ് നിറയും. അത് നേതാവ് ഒരു ടവലെടുത്ത് തുടച്ചു കൊടുക്കും. ഇതൊരു പരിഹാസ ഒരു പോസ്റ്റായി കണ്ടാൽ മതി. ബേബി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞൊരു പ്രതീകാത്മകമായി വിശദീകരിച്ചിരിക്കുകയാണ്. അതിലെ കഥാപാത്രം ബേബി തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എന്നിട്ട് താഴോട്ട് പറയുകയാണ്: ആട്ടിൻ പിടുക്ക് കിട്ടിയില്ലെങ്കിൽ കരിമീൻ കറിയിലാണ് നേതാവ് പാചക വൈദഗ്ധ്യം തെളിയിക്കുന്നത്. കറിയുടെ ചേരുവകളിൽ അവസാന ഇലം മല്ലിയിലയാണ്. അത് ഏരിയ സെക്രട്ടറിയുടെ വീട്ടിൽ കാണണമെന്നില്ല, സമീപ കടകളിൽ അത് കാണുകയുമില്ല. നേതാവിൻ്റെ ഇംഗിതമനുസരിച്ച് വളരെ ദൂരെയുള്ള പട്ടണത്തിലെ കടയിൽ നിന്ന് അത് അല്പം വൈകിയാണെങ്കിലും ഏരിയ സെക്രട്ടറി വാങ്ങി വരും. പാചകം ഏതാണ്ട് പൂർത്തീകരിച്ച് വിയർത്തിരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി മല്ലിയിലയുമായി എത്തും. അതുകൂടി ചേർത്താൽ മീൻകറി ഒന്നൊന്നര കറിയാണ്. കറി വെച്ചതിന് ശേഷം പാത്രം മുഴുവൻ കഴുകി കുളിച്ചതിന് ശേഷമേ നേതാവ് കഴിക്കുകയുള്ളൂ, അതും ആസ്വദിച്ചുള്ള കഴിപ്പ്. അപ്പോഴും സഖാക്കളുടെയോ ഏരിയ സെക്രട്ടറിയുടെ വീട്ടിൽ പോകാൻ കഴിയില്ല. നീണ്ട സെമിനാറുകൾ, പൊതുയോഗങ്ങൾ, PB യോഗങ്ങൾ, വിദേശയാത്ര എന്നിങ്ങനെ തിരക്കോട് തിരക്കിനിടയിൽ വായ്ക്ക് രുചിയായി കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ അഭയം പ്രാപിക്കേണ്ടി വരും. കടലോരത്തെ മുന്തിയ ഹോട്ടൽ നേതാവിന് ഒരു വീക്ക്നെസ്സാണ്. കടൽ മത്സ്യവും ഞണ്ടും ഏറെ പ്രിയം. രണ്ട് ഭാഗത്തു നിന്നുള്ള കടൽക്കാറ്റും കൂടിയാകുമ്പോൾ ഏറെ ഹൃദ്യം. 2 നാൾ അവിടെ തങ്ങും. ഭക്ഷണം, ഉറക്കം, വീണ്ടും ഭക്ഷണം, വീണ്ടും ഉറക്കം. ഇടയ്ക്ക് അവിടെ സ്ഥിരതാമസമുള്ള സഖാവിന് ചെഗുവരയെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഭക്ഷണത്തിനിടയിൽ പ്രത്യശാസ്ത്രം വിട്ടൊരു കളിയില്ല. നേതാവ് ഇനി വിദേശത്ത് പോയാലോ? രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം കൂടിയാണല്ലോ. അതുകൊണ്ട് ഫ്രാൻസിൽ ചെന്നാൽ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കലാകാരനായ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കും. പാരീസിൽ ചെന്ന് നാടൻ കോഴിയെ ആരെങ്കിലും കഴിക്കുമോ? വിദേശ കോഴികളുടെ രുചി അറിയണ്ടേ? അത് സുഹൃത്തായ കലാകാരനോട് ആവശ്യപ്പെടും. വിദേശ കോഴി ഇറച്ചി ആസ്വദിക്കും. PB ഉള്ളതുകൊണ്ട് 2 നാൾ കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ച് നാട്ടിലേക്ക് തിരിക്കും. ഇതാണ് നേതാവ്. സുഹൃത്തുക്കളെ, ഇതാണ് എനിക്ക് കിട്ടിയ പോസ്റ്റ്. അപ്പം ഇതിൽ സാങ്കല്പികമായിട്ടാണെങ്കിലും ഇതെഴുതിയയാളുടെ മനസ്സിൽ ഉള്ളത് MA ബേബി ആണെന്നും ഇതിനാസ്പദമായ സംഭവങ്ങൾ എന്താണെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സംഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് ബേബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള കഥകളാണ്. ആ കഥകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടയാൾ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തം. എന്തായാലും യഥാർത്ഥ ബേബി എന്താണ് എന്ന് പ്രതീകാത്മകമായി സാങ്കല്പികമായി വരച്ചു വച്ചിരിക്കുകയാണ് ഈ പോസ്റ്റ് എഴുതിയ ആൾ. ആരെഴുതിയ പോസ്റ്റാണ് എന്നുള്ളത് ഞാനിപ്പോൾ എനിക്കറിയില്ല, ഞാനത് വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയുടെ ഒരു യഥാർത്ഥ ചിത്രം ഈ പോസ്റ്റിലൂടെ പ്രതീകാത്മകമായി വരച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് എഴുതിയ ആൾ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.